അപ്പോൾ അതിൽ വിശദമായിട്ടുള്ള ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ അവർ വ്യക്തമാക്കുന്നതായിരിക്കും ഉചിതം. നേരത്തെ തലച്ചോറിനുള്ള ഇതായിട്ട് നമ്മൾ കുറെ കൂടി കണ്ടിരുന്നത്, അപ്പോൾ അതിപ്പോൾ ഏകദേശം കൺട്രോളായിട്ടാണ് നിൽക്കുന്നത്. സർജിക്കൽ ഇന്റർവെൻഷൻ വേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് കോട്ടയത്തെയും ഇവിടത്തെയും അതുപോലെ ഞങ്ങളെല്ലാം ബന്ധപ്പെട്ട വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായം എന്നുള്ളത്. ലെങ്ങിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചികിത്സയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അത് കുറച്ച് സമയമെടുക്കുന്ന പ്രക്രിയയായിരിക്കും. നല്ല രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാനും ഹൈബിയും മെഡിക്കൽ സൂപ്രണ്ടും ചികിത്സിക്കുന്ന ന്യൂറോ സർജൻ ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുമായിട്ട് ചർച്ച ചെയ്തിരുന്നു. CTക്ക് ശേഷം വീണ്ടും അവരുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഇപ്പോൾ തുടരുന്നുണ്ട്. അത് ഇപ്പോഴത്തെ CT സ്കാനിങ് കഴിയുമ്പോൾ വീണ്ടും CTക്ക് കയറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ റിസൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഉള്ള രീതി തന്നെ തുടരണോ, വേറെ എന്തെങ്കിലും ഇന്റർവെൻഷൻസ് ആവശ്യമാണോ എന്ന കാര്യം കൂടി അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കും. അതിനു കൂടി ശേഷമായിരിക്കും മെഡിക്കൽ ബുള്ളറ്റിനും പുറത്തേക്ക് ഇറക്കി. അതിപ്പോൾ ഇന്നലെ എല്ലാ വിദഗ്ധ സംഘം എത്തി. പിന്നെ ഇപ്പോഴത്തെ ഒരു സൗകര്യം ഈ റിസൾട്ട് കിട്ടുമ്പോൾ തന്നെ അയച്ചു കൊടുക്കാമല്ലോ. അപ്പൊ ഇവരുമായിട്ട് ആശയവിനിമയം നടത്തും. ഞങ്ങളിപ്പോൾ ആസ്റ്ററിലെ ഡോക്ടർ ദിലീപ് പണിക്കർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഇന്നലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരുന്നു. ഇന്നിപ്പോൾ CTക്ക് ശേഷം അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിദഗ്ധ ഡോക്ടർമാർക്ക് എല്ലാവർക്കും ഇത്തരം കാര്യങ്ങൾ കൊടുത്ത് അവരുടെ കൂടി അഭിപ്രായം പരിഗണിച്ച് ഒരു ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും കാര്യങ്ങൾ ചികിത്സാ രീതി തീരുമാനിക്കുക. കുറച്ച് സമയം ആവശ്യമായി വരും എന്ന് തന്നെയാണ് കാണുന്നത്. അവര് പോയി, മെഡിക്കൽ കോളേജ് സംഘമാണല്ലോ. അവർക്കിപ്പോ ഇന്നലെ രാത്രി അവർക്ക് ഇവിടെ തുടരാം എന്ന് പറഞ്ഞിരുന്നെങ്കിലും രാവിലെ തന്നെ അവർക്ക് കോട്ടയത്താവുമ്പോൾ എല്ലാവർക്കും അറിയാലോ, ജയകുമാർ ഡോക്ടർക്ക് ഒത്തിരി തിരക്കുള്ള ഡോക്ടർമാരാണ്. അവിടുത്തെ പേഷ്യൻസിനെയും ബാധിക്കാതെ അവര് 12 മണിക്ക് 12:30 വരെ ഞാൻ സംസാരിച്ചിരുന്നു. രാത്രി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ചുപോയി. റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ അവരുമായിട്ട് ആശയവിനിമയം നടത്തും. അതേപോലെ നേരത്തെ പറഞ്ഞ നമ്മുടെ ഒരു വിദഗ്ധ പാനലുണ്ട്, അവരുമായിട്ട് ആശയവിനിമയം നടത്തും. അതിനുശേഷം വേറെ ഏതെങ്കിലും മാറ്റം ചികിത്സാ രീതിയിൽ വേണമെങ്കിൽ തീരുമാനിക്കും. കാരണം അവരിപ്പോൾ നമ്മുടെ ഒരു ടീമിനെ അയച്ചിരുന്നല്ലോ. ഇവർക്കൊരു ബോർഡുണ്ട്, ഈ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ബോർഡുണ്ട്, അവരായിരിക്കും ജോയിൻ ചെയ്യുക. എന്നാൽ ഈ ടീമുമായിട്ടും നമ്മൾ കണ്ടിട്ടുള്ള വിദഗ്ധ ഡോക്ടർമാരുമായിട്ട് ജില്ലയിൽ ലഭ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഡോക്ടർമാരായിട്ട് ആശയവിനിമയം നടത്തിയിട്ടായിരിക്കും തീരുമാനിക്കുക. ആ രൂപത്തിലേക്ക് ഇപ്പോൾ പറയാൻ മെഡിക്കൽ ബുള്ളറ്റിനാണ്. അതായത് അതിഗുരുതരം എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. ഗുരുതരാവസ്ഥയിലാണെന്നാണ് അതിനുശേഷം കണ്ടിട്ടുള്ളത്. അത് ഇപ്പോൾ വെന്റിലേഷൻ സപ്പോർട്ടുണ്ട്. അത് കുറച്ച് സമയം എന്തായാലും വേണ്ടി വരുന്നത് തന്നെയാണെന്നാണ് അവർ കണ്ടിട്ടുള്ളത്. ലെങ്ങിനാണെന്ന് ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരം മുകളിൽ കൊണ്ട് വീഴ്ചയാണ്, വാരിയലുകൾക്കുള്ളതുകൊണ്ട് അത് കുറച്ച് സമയം കൂടി തുടരേണ്ടി വരും എന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇന്നലെ സംസാരിച്ചപ്പോൾ നമ്മളിപ്പോൾ അതിന്റെ സമയം, പക്ഷേ ഗൗരവമായ ചില പ്രശ്നങ്ങളുണ്ട്. പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അന്വേഷണം നടത്തുന്നുണ്ട്. ഞാനവിടെ ഉണ്ടായില്ല, ഇന്നലെ ബഹുമാനായ MP അവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ തന്നെ അദ്ദേഹവും പറഞ്ഞിരുന്നു, ഇതൊരു സാധാരണ ഗാലറിക്ക് അനുമതി കിട്ടുന്നതിന്റെ സംവിധാനങ്ങൾ അവിടെ ഉണ്ടല്ലോ, ഇത് താഴെ മടത്തം. പക്ഷെ പ്രത്യേകം ഒരു സംവിധാനം അവിടെ തയ്യാറാക്കി അതിലാണ് ഇതിലേക്ക് ചെന്നിരുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോ ഗൗരവമായിട്ടുള്ള അന്വേഷണം തന്നെ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. പോലീസ് ആ അന്വേഷണം തുടരുന്നുണ്ട്. വീഴ്ച ഉണ്ടെങ്കിൽ അവർക്ക് ശക്തമായിട്ടുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കും. അതെനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് അപകടം നടന്നപ്പോഴാണ് ഞാനിങ്ങനെ പരിപാടിയുള്ളതായിരുന്നു അറിയുന്നത്. എന്റെ ശ്രദ്ധയിൽ ഇങ്ങനെ പരിപാടിയില്ല. ഞാൻ ആലുവ ഭാഗത്ത് ഞങ്ങൾ ഒന്നിച്ച് കൂനമ്മാവില് പരിപാടി പങ്കെടുക്കേണ്ടതായിരുന്നു. ഈ അപകടം നടന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കുന്ന കാര്യം ഞാൻ തന്നെ അറിയുന്നത്. അപ്പൊ അത് ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതും പരാതി ഉണ്ടെങ്കിൽ അവർക്ക് നൽകാം. ആരാണ് സംഘാടകരെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പോലീസ് ആ പരാതിയും അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് പോലീസിനെ സമീപിക്കാം. വന്നിട്ടുള്ള എല്ലാ പരാതികളും നമുക്കത് പരിശോധിക്കാം. ഇനിയിപ്പോൾ ഇത്തരത്തിലുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ റെക്കോർഡുകൾക്ക് വേണ്ടി നടക്കുന്നുണ്ട്. ചെറുപ്പക്കാരും കുട്ടികളും എല്ലാവരും വരുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ വേണ്ടി വരും. എന്നാൽ ആവശ്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകണം. സംഘാടകരുടെ ക്രെഡിബിലിറ്റി, ഉത്തരവാദിത്വം എല്ലാം നോക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഉന്നയിച്ച പോലെയുള്ള പരാതികൾ ഉണ്ടെങ്കിൽ അതും പോലീസ് കിട്ടിയാൽ അതും പോലീസ് അന്വേഷിക്കും. ആ
മന്ത്രി പി രാജീവ് കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഉമാ തോമസിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം മാധ്യമങ്ങളോട് മറുപടി പറയുകയായിരുന്നു. ഉമാ തോമസിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി തുടരുന്നു എന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നതെങ്കിലും പൊതുവെ ആശങ്ക പൂർണ്ണമായി ഒഴിഞ്ഞെന്ന് പറയാൻ കഴിയില്ല എന്നാണ് ഡോക്ടർ കൃഷ്ണനുണ്ണി പോളക്കുളത്ത് അല്പം മുമ്പ്, അദ്ദേഹം മെഡിക്കൽ ഡയറക്ടറാണ്, കൊച്ചി റെന്നെ മെഡിസിറ്റിയിലാണ്. ഈ ആശുപത്രിയിലാണ് ഉമാ തോമസ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അവിടെ ICUവിലാണ് ഉമാ തോമസ് ഉള്ളത്. 24 മണിക്കൂർ നിരീക്ഷണത്തിലാണ്. ഈ നിരീക്ഷണം കഴിയുമ്പോഴായിരിക്കും ഒരുപക്ഷെ കൃത്യമായി കാര്യങ്ങൾ മെഡിക്കൽ സംഘത്തിന് നമ്മോട് പറയാൻ കഴിയുക.